പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. MT എന്ന എഴുത്തുകാരനെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ബാലകൃഷ്ണൻ MTയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണ്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത തെക്കുംകര മാങ്ങാട്ടുപറമ്പിൽ ബാലകൃഷ്ണൻ MTയുടെ കടുത്ത ആരാധകനാണ്. വായന ചെറുപ്പം മുതലേ ശീലമാണെങ്കിലും പിതാവ് വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയ ശേഷമാണ് MTയുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയതെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞു. MTയുടെ അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം താനാണെന്ന് തോന്നിയതായും ഇക്കാര്യം MT വാസുദേവൻ നായരോട് പറഞ്ഞതായും ബാലകൃഷ്ണൻ പറഞ്ഞു. 1965 നവംബർ മാസം അവസാന വാരത്തിൽ 6 മണിക്കിടത്തിൻ്റെ അയൽവക്കക്കാരൻ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ കാണാനിരുന്നു കോഴിക്കോട് കൊട്ടാര റോഡിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 9ാം ക്ലാസ്സിൽ തോറ്റു. പിന്നെ കൃഷിക്കാരനായിട്ട് അങ്ങനെ കൂടിയ കാലത്ത് എൻ്റെ തുണക്കാർക്കൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്കൊരു നിരാശ വന്നു ജീവിതത്തിൽ. അപ്പോൾ ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് വായനശാലയിൽ മെമ്പർഷിപ്പ് എടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ആദ്യം പാതിരാവും പകൽ വെളിച്ചവും എന്ന് പറഞ്ഞൊരു പുസ്തകം കിട്ടി. അത് വായിച്ച് നോക്കിയപ്പോൾ ഇത് കൊള്ളാലോ. മറ്റു പലരും വായിച്ചിട്ടുണ്ട് ഞാൻ. കേശവദേവ്, തകഴി, ബഷീർ, ഉറൂബ്, ഒറ്റക്കാട്ട്, മലയാറ്റൂർ രാമകൃഷ്ണൻ, EM ഗോര്, ലളിതാംബിക തർജനം, മാധവിക്കുട്ടി, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, OV വിജയൻ, MK മേനോൻ, NV കിഷോവാര്യർ, അങ്ങനെ എല്ലാവരും വായിച്ചിട്ടുണ്ട്. പക്ഷെ ചെന്ന് കണ്ട് തോന്നണം എന്ന് എനിക്ക് ഇദ്ദേഹത്തിനെ മാത്രമേ തോന്നിയുള്ളൂ, MT സാറിനെ. അത് 2-3 പുസ്തകം വായിച്ചപ്പോഴേക്കും എനിക്ക് 4 കെട്ടും അസുരവിത്തൊന്നും എഴുതിയിട്ടില്ല. അസുരവിത്ത് എഴുതിയിട്ടുണ്ട്. അതിരാളൻ കുന്നിനും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്ക് അരണ്ട ഭൂപ്രദേശത്തും കാറ്റും വെളിച്ചവും കടക്കാത്ത ഇരുണ്ട മുറിക്കകത്തുമായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് നെടുവീർപ്പിട്ട ഒരു ഗോവിന്ദൻകുട്ടിയുണ്ട് അസുരവിത്തിലെ. അത് അദ്ദേഹം എന്നെ മനസ്സിൽ കണ്ടിട്ടാണല്ലോ എഴുതിക്കണേ. എനിക്കാണെങ്കിൽ വീട്ടിൽ സാമ്പത്തിക സൗകര്യമുണ്ട്. പക്ഷെ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കാരണന്മാർക്ക് അറിയില്ല. അവർ നമുക്ക് സ്നേഹം കുറവുള്ള ആൾക്കാരായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കണത്. ഞാൻ 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ എന്ന് പറയണ്ട, 9th സ്റ്റാൻഡേർഡ്, അതായത് പ്രിപ്പയറേറ്റീവ് പഠിച്ചിട്ടുണ്ട് ഞാൻ അന്ന് 4. അപ്പോൾ സർട്ടിഫിക്കറ്റ് നമുക്ക് TC തരുമ്പോൾ അതിൽ 9th സ്റ്റാൻഡേർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്നും കാര്യമില്ല, പ്യൂണിൻ്റെ പണിക്കുള്ള യോഗ്യതയുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ട് എൻ്റെ മക്കളൊക്കെ ഹൈ ലെവലായി. അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകവും വായിച്ചിട്ടുണ്ട്. 4 കെട്ട്, അസുരവിത്ത്, മഞ്ഞ്, കാലം, വാതിരാവും, പകൽവിളിച്ചോ, 2ാം മൂഴം, വിലാപയാത്ര, അറബി പെണ്ണ്, വാരാണസി, പിന്നെ ആ ചെറുകഥകൾ മുഴുവൻ, നഷ്ടപ്പെട്ട ദിനങ്ങൾ, ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയെടുത്തി, ഡാറസ്സലാം, പിന്നെ അതുപോലെ അക്കൽ ദാമയിൽ മുകൾ വരും, അങ്ങനെ എല്ലാം വായിച്ചിട്ടുണ്ട്. എനിക്ക് അതന്നെയായിരുന്നു പണി. ബന്ധം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 1-2 പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ ജീവിതമായിട്ട് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ. അതിരാളൻ കുന്നിനും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്ക് അരണ്ട ഭൂപ്രദേശത്തും കാറ്റും വെളിച്ചവും കടക്കാത്ത ഇരുണ്ട മുറിക്കകത്തുമായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് നെടുവീർപ്പിടുന്ന ഗോവിന്ദൻകുട്ടി ഉണ്ടതിൽ. ഇതങ്ങോടെ അദ്ദേഹം എന്നെ കണ്ടിട്ടാണല്ലോ ഇത് എഴുതിക്കണത്. എൻ്റെ മാനസിക നിലയാണപ്പോൾ ഈ ഗോവിന്ദൻകുട്ടിയുടെ എന്ന് തോന്നി എനിക്ക്. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഈ പാതിരാവും പകൽ വെളിച്ചവും വായിച്ചു. അത് പിന്നെ അങ്ങനെ ഇട്ടു. അപ്പോഴേക്കും 4 കെട്ടുണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ലൈബ്രറി സെക്രട്ടറി, ലൈബ്രറി വായനശാല സെക്രട്ടറി. അപ്പോൾ അത് വായിച്ചു. പിന്നെ അസുരവിത്ത് വായിച്ചപ്പോൾ എനിക്ക് ഒന്നും കൂടിയും താല്പര്യം തോന്നി. കാരണം എന്നെപ്പോലെയുള്ള ആൾക്കാരാണല്ലോ കഥാപാത്രം ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ ചെന്ന് കാണണം തോന്നി. അങ്ങനെ അവിടെ അങ്ങോട്ട് കണ്ട് MTയുടെ 90ാം പിറന്നാൾ ആഘോഷ ചടങ്ങ് കോഴിക്കോട് വെച്ച് മാതൃഭൂമി സംഘടിപ്പിച്ചപ്പോൾ ക്ഷണം ലഭിച്ചിരുന്നു. കോഴിക്കോട് എത്തിയിരുന്നെങ്കിലും MTയെ കാണാനായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു.
കർഷകനായി ബാലകൃഷ്ണൻ ഇടയ്ക്കിടെ MTയെ കാണാൻ പോകുമായിരുന്നു. MTക്ക് കൊടുക്കാൻ നല്ല കുത്തരിയാണ് ബാലകൃഷ്ണൻ കയ്യിൽ കരുതുക. കുത്തരി MTക്ക് ഏറെ ഇഷ്ടവുമാണ്. തന്റെ മകളുടെ വിവാഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ കാര്യം ബാലകൃഷ്ണൻ ഇപ്പോഴും ഓർത്തെടുക്കുന്നു. 3 മാസം മുമ്പ് വരെ MTയുമായി സംസാരിച്ചിരുന്നു. പ്രായമായതിനാൽ MTയുടെ ചേതനയേറ്റ ശരീരം ഒരു നോക്ക് കാണാൻ കഴിയാത്തതിന്റെ ദുഃഖത്തിലാണ് ബാലകൃഷ്ണൻ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.